എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും ഒത്തിണങ്ങിയ ഒരു കേരള വിഭവമാണല്ലോ അവിയൽ അല്ലേ. അപ്പം ഞാനിവിടെ ഒരുമാതിരി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇവിടെ ചേനയും പച്ചക്കായും സെപ്പറേറ്റ് ആണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഈ ചേന ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇലയിട്ട് മൂടിയാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ്. ഇതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം ഒന്ന് വേകും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരം വേവിച്ചാൽ മതി. വീണ്ടും നമുക്കൊന്ന് തുറന്ന് ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് ആവി കയറ്റാം. കുറച്ച് നേരം ഒന്ന് ആവി കയറി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഇളക്കി ഇതിനകത്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ രുചികരമായിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.